सच में 5 मिनट में हो जाएगा क्या? है सुबह से कर अभी तक खत्म नहीं हुआ. यहाँ पर है. हाँ ओके, थोड़ा टाइम लगेगा और हाँ. വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കലല്ല, ഇതൊരു കലയാണ്. ശരി, കലാകാരൻ. കുറച്ച് പെയിന്റ് ആയിട്ടാ. ആ എങ്ങനെയുണ്ട്? हाँ इट्स रियली गुड. You can almost see the fire in his eyes, no? Yeah. ആ അവിടെ ഒരു ഡാർക്ക് ഷെയ്ഡ് കൊടുക്കണം. യെസ്. പക്ഷെ ഇതൊക്കെ പിന്നെ ഇപ്പോൾ എവിടെയേ പറ്റുള്ളൂ. അവിടെയൊക്കെ പ്രതിമകൾ പോലും മാറ്റി തുടങ്ങിയെന്നാ കേട്ടത്. അതിൻ്റെയാണ് അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രാജ്യം തന്നെ ചിഹ്നിച്ചതറി പോയില്ലേ? യാ. ഇനി ഇദ്ദേഹത്തിലേക്ക് തിരിച്ചു വന്നാലേ അവർക്ക് എന്തെങ്കിലും ഒരു ഹോപ്പുള്ളൂ. ശരി ശരി. അല്ല, നിങ്ങൾ നെഹ്റുവിൻ്റെ എക്കണോമിക് പോളിസിയൊക്കെ സാമ്രാജ്യത്വത്തിന് അടിയറ വെച്ചവരല്ലേ? പിന്നെന്താണ്? നെഹ്റു ജീവിച്ചിരുന്ന കാലത്തൊന്നും നിങ്ങളൊരു മൈൻഡും ചെയ്തില്ല. ഇപ്പോഴാണെങ്കിൽ നെഹ്റുവിന് ഇല്ലാത്ത ഗുണങ്ങളില്ല അല്ലേ? ഇറ്റ്സ് ട്രൂ, ഇറ്റ്സ് ട്രൂ. അദ്ദേഹത്തിൻ്റെ എക്കണോമിക് പോളിസി ഇല്ലായിരുന്നെങ്കിൽ അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ നാടിങ്ങനെ നടന്നു പോകുന്നത്. അങ്ങനെയൊന്നും പറയാനൊന്നും പറ്റില്ല. പിന്നെ ഒരു രീതിയിൽ ഈ തത്വധിഷ്ഠിത തള്ളലുകളൊക്കെ തുടരട്ടെ. പക്ഷെ ഒരു കാര്യം, നേതാവേ, ഈ പണി കഴിയുമ്പോഴേക്കും നമ്മുടെ ഉണ്ണിയേണ്ട ദാഹം അടയ്ക്കും. ഓ നിന്റെ മൂടൊന്നും ഓഫ് ചെയ്ത് വെക്കും. മൂട്. ആ ഉള്ളിലെ നേരിട്ടിട്ട് അങ്ങനെ മാറി വെക്കടാ. ആർട്ടിസ്റ്റിനെ ഒരിടത്തെത്തി. That's nice. ഫൈസയ്ക്ക് അറിയാലോ, ഈടെ നമ്മുടെ നാടുമല്ല, വളരെ ഫ്രീഡമുള്ള ഒരു ക്യാമ്പസാണിത്. പക്ഷേ പലർക്കും പറ്റുന്ന അപകടം അവരുടെ കൂട്ടുകാരാണ്. ഫൈസ ഒന്നും വിചാരിക്കല്ലേ. ഇപ്പൊ ഫൈസയുടെ കൂടെയുള്ളവരാരും നമ്മുടെ വിശ്വാസത്തിന് പറ്റിയ ആൾക്കാരല്ല. അതെ, അവർക്ക് യഥാർത്ഥ ഭൗതിക നിർമ്മിതവാദികളാണ്. ക്ഷമിക്കണം, എനിക്ക് ഇതിനെപ്പറ്റിയൊക്കെ വളരെ കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട്. അതൊന്നും പെട്ടെന്നുണ്ടായതുമല്ല. അതുകൊണ്ട് തന്നെ അത് എവിടെ പോയാലും കൈമോശം വരും എന്നുള്ള പേടിയൊന്നും എനിക്കില്ല. പിന്നെ എൻ്റെ കൂട്ടുകാരുടെ കാര്യം പറഞ്ഞാൽ അവർ വിശ്വാസികളാണോ അല്ലേ എന്നുള്ളത് എൻ്റെ സൗഹൃദത്തിനൊരു തടസ്സമല്ല. അവരൊക്കെ നല്ല മനുഷ്യരാണ്. സൗഹൃദങ്ങളൊക്കെ നമ്മൾ അങ്ങനെ കാണാൻ ശ്രമിക്കണം അല്ലേ? ശരി എന്നാ, ഹാവ് എ ഗുഡ് ഡേ. हेलो. हेलो तुलसा, कैसे? हेलो भैया, कैसे हैं? मैं तो अच्छा हूँ, तुम कैसी हो? ठीक है. और माँ कैसे है? माँ तो बहुत अच्छी है. अच्छा तुम अभी हो कहाँ? हाँ, मैं अभी हॉस्टल में हूँ. अच्छा अच्छा, हॉस्टल. हाँ. पढ़ाई कैसी चल रही है? हाँ, पढ़ाई अच्छी चल रही है. अच्छा अच्छा. और खाना हो गया? हाँ खाना तो हो गया. अच्छा फैजा कहाँ है? भैया फैजा भी यही है मेरे साथ हॉस्टल में. तो फैजा को मेरी हेलो कहो ना. हाँ फैजा, भैया हाय बोल रहे हैं. हाय. भैया हाय बोल रही है फैजा. अरे हाय से काम नहीं चलेगा, मेरी बात कराओ उससे. हाँ फैजा, he wants to talk to you. एक मिनट भैया. हाय भैया. हाउ आर यू? आप कैसे हैं पूछ रही है. अच्छा हूँ अच्छा हूँ. और क्या चल रहा है? हम आपकी वेडिंग वी आर कमिंग, वी आर ऑल कमिंग. हाँ, आपकी शादी में हम लोग ये लोग सब लोग आने को बोल रहे हैं. अच्छा अच्छा, जरूर जरूर. ओके, टेक केयर, बाय. बाय बाय. ओके भैया, बाय. ओके बाय तुलसा, अपना ध्यान रखना. बाय. हाँ एवरीथिंग गुड एट होम? हाँ, सभी अच्छे हैं. माँ याद करती रहती है. हाँ. ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ച് ദിവസങ്ങൾക്കുള്ളിൽ ചിട്ടപ്പെടുത്തിയതാണ് ഈ പാട്ട്. ഇത് പാടുമ്പോൾ മുഹമ്മദ് റാഫിക്ക് വെറും 24 വയസ്സാണ് പ്രായം. അന്ന് ഈ പാട്ട് കേട്ട് ജവഹർലാൽ നെഹ്റു പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. സർ, നമ്മളിപ്പോൾ പോകുന്നത് ജാമിയ മില്ലിയയിലേക്കല്ലേ? യെസ്. വലിയൊരു പോരാട്ടത്തിൻ്റെ ചരിത്രമുള്ള യൂണിവേഴ്സിറ്റിയാണ് ഈ ജാമിയ മിലിയ. പണ്ട് സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷുകാർ ചില മുസ്ലിം പണ്ഡിതന്മാരെ കയ്യിലെടുത്തു. സമുദായത്തിന് കൊളോണിയൽ വിദ്യാഭ്യാസം നൽകാനാണെന്ന് പറഞ്ഞ് കുറേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അനുവദിച്ചു കൊടുത്തു. എന്നിട്ട് ബ്രിട്ടീഷ് ഭരണകൂടത്തിന് അനുകൂലമായി ഫത്വ ഇറക്കാൻ പറഞ്ഞു.
സർ സയ്യിദ് അഹമ്മദ് ഖാനെ പോലുള്ള ചിലര് അവരുടെ ആ കെണിയിൽ വീണു. സർ, സയ്യദ് അഹമ്മദ് ഖാൻ ഒരു നവോത്ഥാന നായകനായിട്ടല്ലേ അറിയപ്പെടുന്നത്? അതെ, ശരിയാണ്. പക്ഷേ അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് എതിരായിരുന്നു. ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്നാലേ സമുദായത്തെ സഹായിക്കാൻ പറ്റുമെന്ന് അദ്ദേഹം കരുതി. പക്ഷേ ഭൂരിപക്ഷം മുസ്ലിം പണ്ഡിതന്മാരും അതിനെ ശക്തമായിട്ട് എതിർത്തു. അവർ ബ്രിട്ടീഷ് ഭരണകൂടത്തിന് എതിരായിട്ട് ഫത്വ ഇറക്കി. അവർ മുൻകൈ എടുത്ത് ചില കോൺഗ്രസ്സുകാരുടെയൊക്കെ സഹായത്തോടു കൂടി ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് ഈ ജാമിയ മിലിയ യൂണിവേഴ്സിറ്റി. ഇത് പൊളിക്കാൻ ബ്രിട്ടീഷുകാർ കുറേ ശ്രമിച്ചതാ. അന്ന് ഗാന്ധിജിയും മറ്റു ചില നേതാക്കന്മാരും ഒക്കെ ചേർന്ന് പിരിവെടുത്താണ് ഈ സ്ഥാപനം നിലനിർത്തിയത്. സെക്യുലർ സ്വഭാവമുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കുന്നതിൽ ഇന്ന് ജാമിയ മിലിയ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഇവിടേക്കാണ് അബ്ദുറഹ്മാൻ സാഹിബ് പഠിക്കാനെത്തുന്നത്. ഇതായിരുന്നു ഈ ഹോസ്റ്റലിൽ അബ്ദുറഹ്മാൻ സാഹിബ് ഉപയോഗിച്ചിരുന്ന മുറി. ഫൈസ, അടുത്ത സെമിനാർ ഫൈസ പ്രസന്റ് ചെയ്യും. അയ്യോ സർ, ഞാനോ? ഇറ്റ്സ് എ പാർട്ട് ഓഫ് യുവർ റിസർച്ച്. അല്ല, ഇത്രയും പെട്ടെന്ന്. നീ അക്ഷരങ്ങൾ പഠിച്ചു തുടങ്ങിയപ്പോൾ തൊട്ട് തുടങ്ങിയ റിസർച്ച് അല്ലേ? ഇത്രയും സമയം പോരെ? സർ, കളി. ഐ എം സീരിയസ്. അടുത്ത ആഴ്ച തുൽസയില്ലേ? തുൽസേന്റെ ബ്രദറിന്റെ മാരേജ് ആണ്. അപ്പൊ അത് കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞു വന്നിട്ട് മതി. ഓക്കെ സർ. ഓക്കെ, കം. Okay guys, tickets confirmed. अच्छा, कब का है? 10:30 PM. ओके. തുൽസേന്റെ ബ്രദറിന് എന്തെങ്കിലും ഗിഫ്റ്റ് മേടിക്കണ്ടേ നമ്മള്? അയ്യോ, അതൊക്കെ വേണോ? അതൊക്കെ വേണം. പിന്നെ ആണോ? चलो बाहर जाके कुछ खरीद करेंगे. നമുക്കിപ്പോ തന്നെ പോയി വാങ്ങിച്ചാലോ? സമയമുണ്ടല്ലോ ഇപ്പൊ. പോവാം. പോകുന്നവരൊക്കെ പോക്കോ. ഞാനില്ല, എനിക്ക് റെസ്റ്റ് എടുക്കണം. നാളെ തൊട്ട് നോമ്പ് തുടങ്ങാളതാ. നാളെ മുതൽ ഏത് നോമ്പ്? എടാ, വരാൻ മടിയാണെങ്കിൽ അത് പറഞ്ഞാൽ പോരെ. എടാ, മടിയുടെ അല്ലടാ, പുറത്ത് പോയി എനിക്ക് പുറത്തു നിന്ന് ഫുഡ് കഴിക്കണം. നിങ്ങളുടെ കയ്യിലാണെങ്കിൽ 5 പൈസയില്ല. അല്ല, എന്റെ കോമഡി ഫ്ലോപ്പ് ആയിരിക്കും. ഒന്ന് അങ്ങോട്ട് നോക്കിയേ. ഒരു ഉഗ്രം കോമഡി പറഞ്ഞാ. എന്താ ഫോൺ എടുക്കാത്ത? എത്ര നേരം എന്നെ വിളിക്കുന്നത്? ഹാരിസ്ക, അത് ഫോൺ ഞാൻ ഹോസ്റ്റലിൽ വെച്ച് മറന്നുപോയി. എന്ത് പറ്റി? എന്താ അവിടെ? ഞാൻ ഒന്ന് പുറത്തു പോയി വെച്ചിട്ടാ. അത് ഹാരിസ്ക, നമ്മളെല്ലാവരും ഇപ്പൊ ഒന്ന് പുറത്തു പോകാൻ നിൽക്കുകയാണ്. അതുകൊണ്ട് വരാൻ പറ്റില്ല. നമ്മളാ? ഏത് നമ്മള്? ഞങ്ങളൊക്കെ. എടോ, തന്റെ കെട്ടിലങ്ങാടിയല്ല, ഡൽഹിയാണ്. 6ാം നാടാണ്. കാര്യവീടുള്ള ഒരാൾ കൂടെ വേണം. ഇന്നലെ ഇവരുടെ കൂടെ ഒറ്റക്ക് പോകണ്ട, ഞാനും കൂടെ വരാം. അയ്യോ, അതെങ്ങനെയാ ഹാരിസ്ക? നമ്മളെല്ലാരും കുറെ പേരുണ്ട്. അതിന്റെ കൂടെ ഹാരിസ്ക എങ്ങനെയാപ്പോ? അല്ല, ഞാൻ വരാം. എന്തായാലും ഒറ്റക്ക് വരെ ഇവിടെ പോകണ്ട. അതിനെന്താണ് പൈസ? ഹാരിസ്ക്ക് കൂടെ വന്നോട്ടെ. അല്ല ഹാരിസ്ക, ഇജ്ജ് വന്നേ. അല്ല അമ്മലെ, നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഷോപ്പിംഗ് ചെയ്യാനാണോ അതോ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനാണോ തീരുമാനിച്ചത്? ആദ്യം പറഞ്ഞാൽ മതി. അതെ അല്ലേ? അപ്പൊ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ഷോപ്പ് ചെയ്യാം അല്ലേ? ഇജ്ജ് വന്ന് വെറുതെ വർത്താനം പറഞ്ഞു വിട്ടൂട്. നടന്നോ? चलो ഏതാ പോലത്തെ